ഞാൻ വരുണദേവനാണ്. ജലം എന്റെ അധീനത്തിലാണ്, നിന്റെ അല്ല. എന്തേ താരകാസുര, സ്വർഗത്തെ ആക്രമിക്കുവാൻ വന്നവരല്ലേ നിങ്ങൾ? കണ്ടില്ലേ പരിണാമം? നോക്ക്, ഇതാണ് പരിണാമം. ഭാവിയിൽ സ്വർഗത്തിന് നേരെ ഒരടിയെങ്കിലും മുന്നോട്ട് വെച്ചാൽ ഇതിലും ഭയങ്കരമായിരിക്കും അതിന്റെ പരിണാമം. പരിണാമത്തെ കുറിച്ചോർത്ത് ഭയപ്പെടുന്നവനല്ല താരകാസുരൻ ഇന്ദ്ര. പരിണാമത്തെ കുറിച്ച് ദേവന്മാർ ചിന്തിക്കട്ടെ. എനിക്ക് ബ്രഹ്മാവിന്റെ വരം ലഭിച്ചിട്ടുണ്ട്. ശിവപുത്രനൊഴിച്ച് മറ്റാർക്കും എനിക്കൊരഹിതവും ചെയ്യാനാകില്ല. ഹേ അസുര, നീ ബ്രഹ്മാവിന്റെ ആജ്ഞയ്ക്കും ആഗ്രഹത്തിനും വിരുദ്ധമായി സ്വർഗത്തിൽ വീണ്ടും വീണ്ടും ആക്രമണം നടത്തി അദ്ദേഹം നൽകിയ വരത്തിന്റെ പ്രഭാവത്തെ ദുരുപയോഗപ്പെടുത്തി വരുന്നു താരകാസുര. ഇനി നീ സ്വർഗത്തിൽ ആക്രമണം നടത്താനുള്ള ദുസ്സാഹസത്തിന് ഒരുമ്പെട്ടാൽ ബ്രഹ്മദേവന്റെ വരദാനത്തിനും നിന്നെ രക്ഷിക്കാനാകില്ല. എന്റെ രക്ഷയെ കുറിച്ച് ചിന്തിക്കണ്ട, നിങ്ങളുടെ സ്വന്തം രക്ഷ ഓർത്തോ. ആക്രമിക്ക, ആക്രമിക്കും. ധനവരാജ, നമ്മുടെ സേനയുടെ മനോബലം നശിച്ചിരിക്കുന്നു. അതെ മഹാരാജ, ദേവന്മാർ അറിയാതെ ആക്രമിച്ച് നമ്മുടെ സേനയുടെ കരുത്ത് നശിപ്പിച്ചു. താരകാസുര, ഞങ്ങൾ ദേവന്മാർ അമൃതം പാനം ചെയ്ത് അമരന്മാരാണ്. ശിവപാർവതി വിവാഹം നടന്നു കഴിഞ്ഞു. അതെ, നിന്റെ മൃത്യു സുനിശ്ചിതമാണ്. ശിവപുത്രൻ ജനിക്കുന്നത് വരെയെങ്കിലും സുഖമായി നിനക്ക് ജീവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോ, ഉടൻ ഇവിടെ നിന്നും പോ. ധനവരാജ, ഇപ്പോൾ നാം പലായനം ചെയ്യുകയാണ് ഉചിതം. മഹാരാജ, സേനയെ സജ്ജീകരിച്ച് വീണ്ടും സ്വർഗത്തിൽ ആക്രമണം നടത്താം. ഉചിതം തന്നെ. ശരി, പോകാം. സൈനികരെ, നമുക്ക് നേരെ അനീതിയാണ് കാണിച്ചിരിക്കുന്നത്. നാം ഉടനെ പരാജയം അംഗീകരിക്കാൻ പാടില്ല. ഈ ദേവന്മാർ ചതിയന്മാരാണ്. എങ്കിലും വിഷ്ണുവിനെയും ബ്രഹ്മാവിനെയും ആരാധിക്കുന്നു. നമുക്ക് ഈ ദേവന്മാരുടെ മാർഗം തടസ്സപ്പെടുത്താൻ അവരാരാധിക്കുന്ന മുനിമാരുടെ ആരാധനയും തപസ്സും മുടക്കിയേ പറ്റൂ. അതെ മഹാരാജ, നമുക്ക് അങ്ങനെ ചെയ്യണം. എന്നാൽ പോ, അത്യാചാരം ആരംഭിക്ക്. സമാപ്തരാക്കവരെ. മഹാരാജൻ താരകാസുരൻ ജയിക്കട്ടെ! മഹാരാജൻ താരകാസുരൻ ജയിക്കട്ടെ! മഹാരാജൻ താരകാസുരൻ ജയിക്കട്ടെ! ദേവരാജ, താരകാസുരൻ പരാജിതനെങ്കിലും അത്യാചാരം ആരംഭിച്ചിരിക്കുന്നു. അതെ മേഘദേവ, അതെ.
ആദ്യം അവൻ അത്യാചാരം ചെയ്ത് പരാജിതനായിരുന്നു. ഇപ്പോൾ പരാജിതനായി അത്യാചാരം ചെയ്യുന്നു. ദുഷ്പ്രവൃത്തി ചെയ്യുന്നവൻ ഒരിക്കലും തന്റെ ദുർവൃത്തി എളുപ്പത്തിൽ ഉപേക്ഷിക്കുകയില്ല. നാരായണ നാരായണ. അഹങ്കാരിയായ വ്യക്തി ദുഷ്ടതയും ദുർവൃത്തിയും ഒരിക്കലും മനസ്സിലാക്കില്ല. ഇത് സനാതന സത്യമാണ്. ദേവരാജനീന്ദ്രൻ, താരകാസുരൻ തന്റെ കൈക്കരുത്ത് നിർദോഷികളെ വധിച്ചുകൊണ്ട് പ്രദർശിപ്പിക്കുന്നു. കാണുന്നില്ലേ? നിർദോഷികളോട് അത്യാചാരം ചെയ്യുന്നവൻ എപ്പോഴെങ്കിലും നന്നായിട്ടുണ്ടോ ദേവർഷി? സത്യവചനമാണ് ദേവരാജ, സത്യവചനം. എന്നാൽ ഒരു സത്യം ഓർമ്മ വയ്ക്കണം. താരകാസുരൻ പൃഥ്വിവാസികളിൽ അത്യാചാരം ചെയ്തു വരുമ്പോൾ നിങ്ങൾ ദേവന്മാർ ഇവിടെ സ്വർഗലോകത്തിൽ സുരക്ഷിതരാണ്. ദേവരാജ, പൃഥ്വിവാസികൾ അകാരണമായി പീഡിപ്പിക്കപ്പെടുന്നു. അവരുടെ രക്ഷയ്ക്ക് ഉപായം കണ്ടെത്തുക താങ്കളുടെ ചുമതലയാണ്. ദേവരാജ, താരകാസുരന്റെ അന്ത്യത്തിനുള്ള വഴി ഉടൻ കാണണം. അതിനായി നാം പ്രവർത്തിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി നാം ഭഗവാൻ ശ്രീ ഹരിവിഷ്ണുവിന്റെ സമീപം ചെന്ന് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. സംഭവിക്കേണ്ടത് എന്തായാലും സംഭവിക്കും. പക്ഷെ ചെയ്യേണ്ടത് ചെയ്യണം. ശുഭഭാവനയുടെ പരിണാമം ശുഭം തന്നെയായിരിക്കും. ഒപ്പം ഭഗവാൻ ശ്രീഹരിവിഷ്ണു ശുഭമേ വരുത്തൂ. ഈ ആരവം എന്താണ് പ്രഭോ? ബ്രഹ്മദേവനും നാരദനുമൊത്ത് സർവ്വദേവന്മാരും വരുന്നുണ്ട്. വിശേഷിച്ചെന്തെങ്കിലും കാരണം? താരകാസുരന്റെ വർദ്ധിച്ചു വരുന്ന അത്യാചാരം. അതിനെന്തെങ്കിലും ഉപായം വേഗം കണ്ടേ തീരൂ ദേവി. ശ്രീഹരിവിഷ്ണു ജയിക്കട്ടെ. ലക്ഷ്മി നാരായണൻ ജയിക്കട്ടെ. വന്നാലും ബ്രഹ്മദേവ, എല്ലാവർക്കും സ്വാഗതം. ശ്രീഹരിവിഷ്ണു, താരകാസുരന്റെ അത്യാചാരം ഞങ്ങളെയെല്ലാം ദുഃഖിതരാക്കിയിരിക്കുന്നു. അവിടുത്തെ സ്വാഗത വചനം കൂടി ഞങ്ങളെ സുഖിപ്പിക്കുന്നില്ല. താരകാസുരൻ എല്ലാ മര്യാദകളും ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനെ തടയുക അത്യാവശ്യമായിരിക്കുന്നു ശ്രീഹരി. നിങ്ങൾക്കെല്ലാവർക്കും അറിവുള്ളതാണല്ലോ താരകാസുരനുള്ള ഉപായം ശിവശങ്കരന്റെ പക്കലേ ഉള്ളെന്ന്. ബ്രഹ്മദേവ, അങ്ങയുടെ വരദാനത്തിന്റെ പ്രഭാവം സമാപ്തമാകും വരെ അവൻ ഈ വിധത്തിൽ മാനനീയ മര്യാദകൾ ലംഘിച്ചുകൊണ്ടിരിക്കും. നമുക്ക് പരമശിവനെ ശരണം പ്രാപിക്കാം. എന്ത്? ഈ സമയത്തോ? ഇപ്പോൾ അവിടെ ചെന്ന് ശിവന്റെയും ദേവിയുടെയും സംഗമത്തിൽ വിഘ്നം വരുത്തുന്ന ഉചിതമാണോ ശ്രീഹരി? അതിന്റെ പരിണാമം ചിലപ്പോൾ ഭയങ്കരമാകും. സന്ദർഭത്തിന്റെ ഗാംഭീര്യം മനസ്സിലാക്കി ഉചിതമോ അനുചിതമോ ഭയങ്കരമോ എന്ന് വിചിന്തനം ചെയ്യുന്നതും ഉചിതമാകുന്നില്ല. മറ്റു യാതൊരു മാർഗവുമില്ല. ഇനി പരമേശ്വരനെ ആശ്രയിച്ചാൽ മാത്രമേ താരകാസുരനിൽ നിന്ന് രക്ഷയുള്ളൂ. ശരി, ഭഗവാൻ പരമേശ്വരനെ സമീപിക്കുക തന്നെ. നടക്കാം കൈലാസത്തിലേക്ക്. ഹര ഹര മഹാദേവ, ഹര ഹര മഹാദേവ, ഹര ഹര മഹാദേവ, ഹര ഹര മഹാദേവ. എല്ലാ ഗുരുജനങ്ങൾക്കും നന്ദിയുടെ സാദര പ്രണാമം. നന്ദി, പരമശിവനെയും ദേവി പാർവതിയെയും കാണുന്നില്ലല്ലോ. വിവാഹത്തിന് ശേഷം ഞങ്ങൾക്ക് ഭഗവാൻ പരമേശ്വരന്റെയും ദേവി പാർവതിയുടെയും ദർശന ഭാഗ്യം ലഭിച്ചിട്ടേയില്ല. ഞങ്ങളതിൽ വ്യാകുലരാണ്. തോന്നുന്നത് ഭവനത്തിനകത്ത് തന്നെ ശിവനും ദേവിയും പ്രണയസമാധിയിൽ മഗ്നരാകും. പരംപിതാവേ, നമ്മുടെ കാര്യസിദ്ധിക്കായി അവരെ ഉണർത്തിയേ പറ്റൂ. നമുക്ക് കൈലാസ സാനുവിൽ പോകാം. എന്നിട്ട് അവരെ വിളിക്കാം. അതെ, നമുക്ക് കൈലാസത്തിൽ പോകാം. നടക്കൂ. Namah Shivaya. Om 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 Namah Shivaya.